ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ മാർക്കറ്റിൽ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ് ഇടിയുമ്പോൾ എല്ലാ ഡിപ്പും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ല. ചിലപ്പോൾ സ്റ്റോക്ക് ജെനുവൻലി വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെന്റിമെന്റ്സ് കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോൺ വരെ കറക്റ്റ് ആയതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേജർ സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്ന 5 സ്റ്റോക്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ മൊത്തം ബിസിനസ്സും റിലേറ്റീവ്ലി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്സ് സെലക്ട് ചെയ്തേക്കുന്നത് ചാർട്ട് മാത്രം നോക്കിയിട്ടില്ല, ഓരോ കമ്പനിയും നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. സപ്പോർട്ട് ലെവൽ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, ബിസിനസ് എങ്ങനെ വളരും, വാല്യൂഷൻ കംഫർട്ടബിൾ ആണോ, അതിൽ ഏത് ലെവലിൽ താഴെ പോയാൽ ഈ ഒരു മൊത്തം സെറ്റപ്പ് ഇൻവാലിഡ് ആവും എന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ്. സോ നിങ്ങൾ മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ക്വാളിറ്റി സ്റ്റോക്സ് ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്ന ഫാർമ API സ്പേസിലെ ഹൈ മാർജിൻ ബിസിനസ് ആണ്. അപ്പൊ അതാണ് സുപ്രിയ ലൈഫ് സയൻസസ്. ഇപ്പൊ സ്റ്റോക്ക് ഇപ്പൊ നിലവിൽ അവരുടെ 52 വീക്ക് ഹൈയിൽ ഏകദേശം 23% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബിസിനസ് വളരെ സിമ്പിൾ ആണ്. സുപ്രിയ ലൈഫ് സയൻസസ് ഒരു B2B ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മാനുഫാക്ചർ ആണ്. കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് APIs പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, ഇഞ്ചെക്ഷൻസ്, അതിൽ സിറപ്സ് എല്ലാം യൂസ് ചെയ്യുന്ന മെഡിക്കലി ആക്റ്റീവ് കെമിക്കൽസ് ആണ്. ഇന്ത്യൻ API മാർക്കറ്റ് ഏകദേശം 1.3 ലക്ഷം കോടി മൂല്യമുള്ളതാണ്. എന്നാൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ജസ്റ്റ് 0.6% മാത്രമാണ്. ഇപ്പം Q4 FY26 കമ്പനി റെക്കോർഡ് ക്വാർട്ടർലി റവന്യൂ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 277 കോടി. ഇയർ ഓൺ ഇയർ 50% ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇതൊരു പെർമനന്റ് റൺ റേറ്റ് ആയിട്ട് കണക്കാക്കരുത്, കാരണം Q3 ചില ഡിലേഡ് എക്സ്പോർട്ട് ഷിപ്മെന്റ്സ് Q4 സ്പില്ലായിട്ടുണ്ട്, മെയിൻലി ഡിസംബർ ഹോളിഡേ ഷട്ട് ഡൗൺസ് കാരണം. ഇപ്പം മാർജിൻ സ്ട്രോങ് ആണ്, എന്നാൽ FY21 കാണുന്ന 40% പ്ലസ് ലെവലിലേക്ക് തിരിച്ചു വന്നിട്ടില്ല ഇത്. അപ്പൊ ഇതിന് കാരണം കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയാണ്. കമ്പനി എല്ലാ വർഷവും 3 മുതൽ 4 പുതിയ മോളിക്യൂൾസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ പ്രൊഡക്ട്സ് സെമി റെഗുലേറ്റഡ് മാർക്കറ്റ്സിൽ സ്കെയിലപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ പ്രൈസിങ്ങും മാർജിനും താരതമ്യം കുറവാണ്. അപ്പൊ നല്ല മാർജിൻസ് കിട്ടുന്ന റെഗുലേറ്റഡ് മാർക്കറ്റായി US-ലും യൂറോപ്പിലും അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമാണ്. ഇപ്പൊ 2027 ഫൈനാൻഷ്യലില് മാനേജ്മെന്റ് 33 മുതൽ 35% റേഞ്ചിൽ EBITDA മാർജിൻ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോൾ ഉള്ള മാർജിൻ ലെവലിന്റെ സെയിം റേഞ്ചിൽ തന്നെയാണ്. അപ്പൊ ഇതിപ്പോഴും കോമ്പറ്റേറ്റേഴ്സിനെക്കാളും വളരെ കൂടുതലാണ്. P1 PE അതുപോലെ EV/EBITDA ബേസിസിൽ പോലും സ്റ്റോക്ക് ഏകദേശം അവരുടെ മീഡിയൻ വാല്യൂഷന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതവരുടെ മാർജിൻ അതുപോലെ റിട്ടേൺ റേഷ്യോസ് വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി റീസണബിൾ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ആണ്. ഇൻവെന്ററി ഡേയ്സ് കൂടിയത് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ കൊണ്ടുള്ള ലാർജ് ബാച്ച് സൈസസും പുതിയ ഫെസിലിറ്റിക്ക് വേണ്ടിയുള്ള ഇൻവെന്ററി ബിൽഡപ്പും ആണ്. അപ്പൊ ഇത് കാരണം ഈവൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളർന്നെങ്കിലും ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസിലെ ഗ്രോത്ത് ഇവിടെ സ്ട്രോങ് ആയിരുന്നില്ല. കപ്പാസിറ്റി ഫ്രണ്ടില് കമ്പനി ഒരു അഗ്രസീവ് എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഫോളോ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കപ്പാസിറ്റി യൂട്ടിലൈസേഷനും അസറ്റ് ടേൺ ഓവറും ടെമ്പററി ആയിട്ട് ലോ ആയോ വോളറ്റൈൽ ആയിട്ടോ കാണാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ പുതിയ അസറ്റ്സിന് പീക്ക് യൂട്ടിലൈസേഷൻ എത്താൻ 2-3 വർഷം എടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഗ്രോത്ത് ഔട്ട്ലുക്കും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും മാനേജ്മെന്റ് 1000 കോടി റവന്യൂ ടാർഗറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് 2026 ഫൈനാൻഷ്യലിനേക്കാളും ഏകദേശം 20% ഗ്രോത്ത് ആണ്. അപ്പൊ അവരുടെ അംബർനാഥ് ഫെസിലിറ്റി പീക്ക് യൂട്ടിലൈസേഷൻ എത്തുമ്പോൾ 350 മുതൽ 400 കോടി വരെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. എന്നാൽ ഇവിടെ റിസ്ക്കും ക്ലിയർ ആണ്. മാനേജ്മെന്റ് എക്സിക്യൂഷന്റെ ടൈം ലൈൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ആണ്. അപ്പൊ അംബർനാഥ് ഫെസിലിറ്റിയുടെ കൊമേഴ്ഷ്യലൈസേഷനും അതിൽ ഓഡിറ്റ് ടൈം ലൈൻസും ഇവിടെ ഓൾറെഡി ഡിലേ ആയിട്ടുണ്ട്. അപ്പൊ മുമ്പ് മാനേജ്മെന്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നിന്നുള്ള റവന്യൂ ജനറേഷൻ Q4 FY26 തുടങ്ങുമെന്ന്. അടുത്ത 3-4 വർഷത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് 40 മുതൽ 50 കോടി വരെ റവന്യൂ പൊട്ടൻഷ്യൽ ഉണ്ടാവുമെന്നാണ് മാനേജ്മെന്റോട് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ ജനറേഷൻ ഡിലേ ആകുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ മാനേജ്മെന്റ് ഗൈഡൻസ് വേഴ്സസ് ആക്ച്വൽ എക്സിക്യൂഷൻ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യണം. കൂടാതെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, പ്രത്യേകിച്ച് അംബർനാഥ് ഫെസിലിറ്റിയുടെ എക്സിക്യൂഷൻ, അതിൽ മാനേജ്മെന്റ് ഗൈഡൻസിന്റെ ക്രെഡിബിലിറ്റി എല്ലാം ആണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി ഓട്ടോ കോമ്പോണന്റ് സ്പേസിൽ ഡൈവേഴ്സിഫൈഡ് B2B മാനുഫാക്ചർ ആണ്. അപ്പൊ അതാണ് സന്ത ടെക്നോളജീസ്. സ്റ്റോക്ക് അവർ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 21% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. സന്ത ടെക്നോളജീസ് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിന് വേണ്ടി ഓട്ടോമോട്ടീവ് കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഷീറ്റ് മെറ്റൽ പാർട്സ്, അലുമിനിയം ഡൈകാസ്റ്റ് കോമ്പോണൻസ്, അതിൽ വേറെ പല കോമ്പോണൻസും കമ്പനി ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. പക്ഷെ ഈ ഒരു സ്നാപ്ഷോട്ട് നോക്കിയാൽ കമ്പനിയുടെ എക്സ്പോഷർ മെയിൻ ആയിട്ട് 2-വീലർ സെഗ്മെന്റിലാണ് നമുക്ക് ഇവിടെ മനസ്സിലാവും. അതിൽ അലുമിനിയം ഡൈകാസ്റ്റിംഗും ലോക്കിംഗ് സിസ്റ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. ഇപ്പം Q4 FY26 കമ്പനി ഏകദേശം 29% ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലെ മെയിൻ ഫാക്ടർ 2-വീലർ സെഗ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഓവറോൾ ഇൻഡസ്ട്രി ഏകദേശം 13% വളർന്നു. അതേസമയത്ത് സന്ത ടെക്നോളജീസിൽ 2-വീലർ ബിസിനസ് 35%-ലധികം വളരുന്നുണ്ട്. റവന്യൂ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ കപ്പാസിറ്റീസും ആണ്. ഗ്രീൻ ഫീൽഡും ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻസ്
സുന്ദരം ക്ലേറ്റന്റെ അലുമിനിയം ഡൈകാസ്റ്റിംഗ് ബിസിനസ് അക്വിസിഷൻ, അതുപോലെ ബാറ്ററി ചാർജേഴ്സും മോട്ടോ കൺട്രോളേഴ്സും പോലെയുള്ള EV പ്രോഡക്ട്സും ചേർന്ന് റവന്യൂലേക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ മാർജിനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. റവന്യൂ പെട്ടെന്ന് വളർന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എബിറ്റ മാർജിൻ 10 മുതൽ 11% സ്റ്റക്ക് ആയിട്ട് നിന്നു. ഇപ്പൊ മാനേജ്മെന്റ് പ്രകാരം ഇതിന് കാരണം പുതിയ ഫെസിലിറ്റീസും അക്വിസിഷൻസ് വഴി ലഭിച്ച അസറ്റ്സും ഇപ്പോൾ സ്കെയിൽ ഫേസിലായതാണ്. അപ്പൊ ഇവിടെ മാർജിൻസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതർ ഇൻകവും വലിയൊരു റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ FY26 ഇത് നല്ലപോലെ കൂടി. അപ്പൊ ഇതിന് കാരണം സർപ്ലസ് ലാൻഡ് സെയിൽ പോലുള്ള വൺ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റിലുണ്ടായ ഇംപ്രൂവ്മെന്റ് കമ്പനിയുടെ മെയിൻ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോസ്റ്റ് പ്രഷേഴ്സ് ഇവിടെ വിസിബിൾ ആണ്. Q4 FY26 മെറ്റീരിയൽ കോസ്റ്റ് റവന്യൂന്റെ 63.9% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് Q4 FY25 62.2% ആയിരുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന കമ്മോഡിറ്റി പ്രൈസസ്, പ്രൊഡക്ട് മിക്സ് അല്ലെങ്കിൽ പാസ് ത്രൂ പ്രഷേഴ്സ് എല്ലാം മാർജിനെ ബാധിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഇവിടെ വാല്യൂഷൻ പെർസ്പെക്റ്റീവില് കോമ്പറ്റേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ സന്ത ടെക്നോളജീസ് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയത്ത് റിട്ടേൺ ഇക്വിറ്റി ഏകദേശം 16.2%. ഇത് പിയർ മീഡിയന്റെ അടുത്താണ്. എന്നാൽ ഈ ഒരു ഡിസ്കൗണ്ട് കാരണമുണ്ട്, ക്യാഷ് കൺവേർഷൻ വീക്ക് ആയിട്ട് നിന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2023 ഫൈനാൻഷ്യലിൽ 136% 2026 ഫൈനാൻഷ്യലിൽ 60% ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററി രണ്ടും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയ്ക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യലിൽ 15 മുതൽ 16% ഓർഗാനിക് റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സുന്ദരം ക്ലേറ്റൺ ബിസിനസ് അഡീഷണൽ റവന്യൂലേക്ക് ഏകദേശം 400 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കൺസോളിഡേറ്റ് റവന്യൂ ഏകദേശം 5500 മുതൽ 5800 കോടി വരെ എത്താം. എന്നാൽ നമ്മളിവിടെ നോക്കിയാൽ റിസ്ക്കും ക്ലിയർ ആണ്. ഓവർസീസ് ടേൺ അറൗണ്ട് പ്രതീക്ഷയിലും കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ പാസ്റ്റ് കോൺഫറൻസ് കോളിൽ ചിലത് നോക്കിയാൽ റൊമാനിയൻ പ്ലാൻ 2025 ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ 2026 ഫൈനാൻഷ്യയുടെ ബ്രേക്ക് ഈവൻ എത്തും എന്നായിരുന്നു ആദ്യം ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 2026 ഫൈനാൻഷ്യല് ഓവർസീസ് ബിസിനസ് 26 കോടിയുടെ EBT ലോസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടേൺ അറൗണ്ട് ടൈം ലൈൻ ഇപ്പോൾ 2028 ഫൈനാൻഷ്യലിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്യാഷ് കൺവേർഷൻ ഇവിടെ വീക്ക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററി രണ്ടും ഇവിടെ കൂടുവാണ്. സോ നമ്മളിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മുടെ അടുത്ത കമ്പനി ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ ടേൺ അറൗണ്ട് ആൻഡ് ഇന്നോവേഷൻ ഡ്രിവൻ ബിസിനസ് ആണ്. അതാണ് വോക്കാർട്ട് ലിമിറ്റഡ്. സ്റ്റോക്ക് അവർ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 23% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. വോക്കാർട്ട് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ മെയിൻ മാറ്റം വോക്കാർട്ട് ട്രഡീഷണൽ കോമ്പറ്റേറ്റീവ് ജനറിക്സ് നിന്ന് മാറി ഇന്നോവേഷൻ ലെഡ് തെറാപ്പീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതെന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നോവൽ ആന്റിബയോട്ടിക്സും ഡയബറ്റിക് ബയോസിമിലേഴ്സും. അപ്പോൾ കമ്പനിയുടെ റവന്യൂ മിക്സും ഗ്ലോബലി ഡൈവേഴ്സിഫൈഡ് ആണ്. 2026 ഫൈനാൻഷ്യല് വോക്കാർട്ടിന്റെ റവന്യൂന്റെ ഏകദേശം 78% ഇന്ത്യയുടെ പുറത്തുനിന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ UK ആണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ഇപ്പോൾ ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 39% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 2026 ഫൈനാൻഷ്യലിൽ ടേൺ അറൗണ്ട് വിസിബിൾ ആയി തുടങ്ങി. Q4 FY26 സ്ട്രോങ് ഗ്രോത്ത് ആണ് കമ്പനി ഇവിടെ നൽകിയേക്കുന്നത്. മെയിൻലി ഗ്ലോബൽ മാർക്കറ്റിന്റെ സ്കെയിലപ്പും സ്ട്രാറ്റജിക് ബിസിനസ് സെഗ്മെന്റും ആണ് ഇത് ഡ്രൈവ് ചെയ്തത്. വേറെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുള്ള ബിസിനസ് 35% ഗ്രോത്ത് ഇവിടെ റെക്കോർഡ് ചെയ്തു. അതേസമയത്ത് ബയോടെക് സെഗ്മെന്റിലും 34%-ലധികം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായി. ബ്രസീൽ, തായ്ലൻഡ്, ഈജിപ്ത് പോലുള്ള മാർക്കറ്റ്സിൽ പുതിയ പാർട്ട്ണർഷിപ്സ്, ഡീൽ അക്വിസിഷൻസ്, ബയോസിമിലർ ലോഞ്ചസ് എല്ലാം ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്തത്. എന്നാൽ UK ഗ്രോത്തിനെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം. റുപ്പി ടേംസിൽ റിപ്പോർട്ടഡ് റവന്യൂ 13% വളർന്നപ്പോൾ UK ലോക്കൽ കറൻസിയിൽ റവന്യൂ ഗ്രോത്ത് ഏകദേശം 2.5 മുതൽ 2.8% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കമ്പനിയുടെ ലാർജസ്റ്റ് മാർക്കറ്റിൽ നിന്നുണ്ടായ ഗ്രോത്തിൽ വലിയൊരു ഭാഗം കറൻസി ട്രാൻസാക്ഷൻ കൊണ്ട് ഇവിടെ വന്നതാണ്. പ്യൂർ വോളിയം ഗ്രോത്തോ പ്രൈസിംഗ് ഗെയിൻസോ കൊണ്ടല്ല. കമ്പനിയുടെ മാർജിൻസ് നല്ലപോലെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ ഏകദേശം 5.4% മാർജിൻസ് 2026 ഫൈനാൻഷ്യലിൽ 18.6% കൂടി. അതുപോലെ ഫൈനലി കമ്പനി പ്രോഫിറ്റബിലിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ലോസ് മേക്കിംഗ് US ജനറിക് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ്, ബെറ്റർ പ്രൊഡക്ട് മിക്സ്, പിന്നെ സെയിനിക്കും ഡയബറ്റിക് ബയോസിമിലേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഹൈ മാർജിൻ ഇന്നോവേഷൻ പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ബയോടെക് ബിസിനസ്സും ഒരു മെയിൻ ഗ്രോത്ത് ട്രിഗർ ആണ്. 2026 ഫൈനാൻഷ്യലിൽ ബയോടെക് സെഗ്മെന്റ് ഏകദേശം 697 കോടി റവന്യൂ ജനറേറ്റ് ചെയ്തു. ഗ്രൂപ്പ് ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 21% കോൺട്രിബ്യൂട്ട് ചെയ്തു. അടുത്ത 24 മുതൽ 36 മാസത്തിൽ ഈ ഒരു ബിസിനസ് ഡബിൾ ആകുമെന്നാണ് മാനേജ്മെന്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അടുത്ത 12 മുതൽ 15 മാസത്തിനുള്ളിൽ ഡബിൾ ആകുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിസ്ക്കും ക്ലിയർ ആണ്. 2024 ഫൈനാൻഷ്യലിൽ ഇൻവെന്ററി ഡേയ്സ് 201 ദിവസത്തിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 286 ദിവസമായിട്ട് കൂടി. അതേസമയത്ത് ഇൻവെന്ററി ടേൺ ഓവർ 1.82x നിന്ന് 1.28x ഇടിഞ്ഞു. കമ്പനി ജിയോ പൊളിറ്റിക്കൽ ഡിസ്റപ്ഷൻ, റോ മെറ്റീരിയൽ വോളറ്റിലിറ്റി, അതിൽ ഫ്രേറ്റ് കോസ്റ്റ് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് ഇൻവെന്ററി ബഫർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് മാർജിൻസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 114 ദിവസത്തിൽ നിന്ന് 167 ദിവസമായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. എന്നാൽ അഡ്വാൻസസ്, റിസീവബിൾസ്, ഇൻവെന്ററി ബിൽഡപ്പ്, അത് ലയബിലിറ്റി പേയ്മെന്റ് കാരണം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് വോളറ്റൈൽ ആയിട്ട് നിന്നു. കൂടാതെ റിപ്പോർട്ടഡ് UK റവന്യൂ 13% വളർന്നു.
പക്ഷേ ലോക്കൽ കറൻസിയിൽ ഗ്രോത്ത് ഏകദേശം 2.5% മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഗ്രോത്തിന്റെ വലിയൊരു പോർഷൻ കറൻസി ട്രാൻസാക്ഷൻ ഗെയിൻസ് കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണ്. വോക്ഹാർഡ് ഇപ്പോൾ അറൌണ്ട് 106x പിയും 42x EV/EBITDA ട്രേഡ് ചെയ്യുന്നത്. ഇത് പിയർ മീഡിയനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ കമ്പനിയുടെ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 7.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ ഫാർമസ്യൂട്ടിക്കൽ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി ഇന്റഗ്രേറ്റഡ് മൈനിങ് ആൻഡ് പവർ കമ്പനിയാണ്. അതാണ് NLC ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവർ 52 വീക്ക് ഹൈയിൽ ഏകദേശം 23% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി എന്താണ് ഇന്റഗ്രേറ്റഡ് മൈനിങ് ആൻഡ് പവർ കമ്പനി ചെയ്യുന്നത്? സിമ്പിളായി പറഞ്ഞാൽ NLC ഇന്ത്യ കോളും ലിഗ്നൈറ്റും മൈൻ ചെയ്യുകയും അത് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രിസിറ്റി ഡിസ്കോംസിന് ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റ്സ് വഴി സെല് ചെയ്യും. ലിഗ്നൈറ്റ് മൈനിങ് സെഗ്മെന്റിലെ കമ്പനിക്ക് 50%-ലധികം മാർക്കറ്റ് ഷെയർ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ കമ്പനി അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. അണ്ടർലൈൻ ബിസിനസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിലും ഫൈനാൻഷ്യൽസ് വോളറ്റൈൽ ആയിട്ട് തോന്നാം. അപ്പൊ അതിന്റെ റീസൺ റെഗുലേറ്ററി അക്കൗണ്ടിംഗ് ആണ്. ഇപ്പൊ താരിഫ് അപ്രൂവൽസും പാസ്റ്റ് പീരീഡ് അഡ്ജസ്റ്റ്മെന്റും ചിലപ്പോൾ ഒരു സിംഗിൾ ക്വാർട്ടറിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് റവന്യൂവും പ്രോഫിറ്റും വോളറ്റൈൽ ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഫൈനാൻഷ്യൽസിലേക്ക് വരുമ്പോൾ Q4 FY26 റവന്യൂ ഗ്രോത്ത് നല്ലപോലെ പിക്കപ്പ് ചെയ്തു. Q4 ഗ്രോത്തിന്റെ മെയിൻ കാരണം പുതിയ കപ്പാസിറ്റിയുടെ ഓപ്പറേഷൻ സ്കെയിലപ്പ് ആണ്. കോൾ പ്രൊഡക്ഷനും 11.28% വളർന്ന് 19.14 മില്യൺ മെട്രിക് ടൺ എത്തി. ഓപ്പറേറ്റിംഗ് മാർജിൻസും ഏകദേശം 35% കയറി. എന്നാൽ ഇതൊരു ഫുള്ളി സസ്റ്റൈനബിൾ റൺ റേറ്റ് ആയിട്ട് കണക്കാക്കരുത്. കാരണം മാർജിൻസ് റെഗുലേറ്ററി അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ക്വാർട്ടർലി ബേസിസിൽ മാർജിൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷേ ഫുൾ ഇയർ FY26 ബേസിസ് നോക്കിയാൽ മാർജിൻസ് ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന പീക്ക് ലെവലിനേക്കാളും താഴെയാണ്. അപ്പോൾ പ്രോഫിറ്റ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. 2026 ഫൈനാൻഷ്യലിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിന്റെ ഓൾമോസ്റ്റ് 50% അതർ ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. മെയിൻലി ഓർഡർ ഇൻട്രസ്റ്റും ലേറ്റ് പേയ്മെന്റ് സർചാർജസും ആണ് ഇതിന്റെ മെയിൻ സോഴ്സ്. അപ്പൊ ഈ ഒരു കോൺട്രിബ്യൂഷൻ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇവിടെ തുടരുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ടാക്സ് ബെനിഫിറ്റ് കാരണം ടാക്സ് റേറ്റും അൺയൂഷ്വലി ലോ ആണ്. 2026 ഫൈനാൻഷ്യലിൽ എഫക്റ്റീവ് ടാക്സ് റേറ്റ് വെറും 3% മാത്രമായിരുന്നു. എന്നാൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാനേജ്മെന്റ് ഏകദേശം 25%-ലേക്ക് നോർമലൈസ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ 11.6x P എന്ന് കാണുമ്പോൾ ഒപ്റ്റിക്കലി എക്സ്പെൻസീവ് ആയിട്ട് തോന്നാം. എന്നാൽ ഏർണിംഗ്സിന് ബൂസ്റ്റ് ചെയ്യുന്നത് ലോ എഫക്റ്റീവ് ടാക്സ് റേറ്റും സിഗ്നിഫിക്കന്റ് അതർ ഇൻകം ആണ്. അപ്പോൾ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും കമ്പനി ഏകദേശം 1.16 മുതൽ 1.17 ലക്ഷം കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 6.7 ഇരട്ടിയാണ്. എന്നാൽ ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്ക് മാനേജ്മെന്റ് 37,713 കോടി റവന്യൂ നേടാനാണ് മാനേജ്മെന്റ് ടാർഗറ്റ് ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് 21% CAGR ആണ് സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് എബിറ്റ മാർജിൻ നിലവിൽ 42% നിന്ന് 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഏകദേശം 50% ഇംപ്രൂവ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ മെയിൻ റിസ്ക് എക്സ്പാൻഷന്റെ 70 മുതൽ 80% വരെ ഡെറ്റ് ഫണ്ടഡ് ആകാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഇപ്പൊ ഡെറ്റ് കൂടിയ ഭാവിയിൽ ഇൻട്രസ്റ്റ് കോസ്റ്റും കൂടാം. ഇത് ബോട്ടം ലൈനിൽ പ്രഷർ ഉണ്ടാക്കാം. അതേസമയത്ത് അസറ്റ് ടേൺ ഓവർ ഓൾറെഡി കുറവാണ്. ഇപ്പോൾ കമ്പനിയുടെ ഓരോ രൂപ അസറ്റിനും ഓരോ രൂപയെ താഴെ സെയിൽസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ അസറ്റിന്റെ ഒരു മെയിൻ പോർഷൻ ഇപ്പോഴും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ കമ്പനി വലിയ എക്സ്പാൻഷൻ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, പുതിയ കപ്പാസിറ്റി ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഡെറ്റ് ഇവിടെ കൂടുന്നുണ്ടോ, ഇൻവെസ്റ്റ്മെന്റ്സിൽ നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ക്ലോസ് ആയിട്ട് തന്നെ ഇവിടെ മോണിറ്റർ ചെയ്യണം. ഇനി നമ്മുടെ ഫൈനൽ കമ്പനി സ്കൂൾ സ്റ്റേഷനറി സ്പേസിൽ വെൽ നോൺ ചൈൽഡ്ഹുഡ് ബ്രാൻഡ് ആണ്. അപ്പൊ അതാണ് ഡോംസ് ഇൻഡസ്ട്രീസ്. സ്റ്റോക്ക് നിലവിൽ ഒരു 52 വീക്ക് ഹൈയിൽ ഏകദേശം 19% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോംസ് ഇൻഡസ്ട്രീസ് വെറും ഒരു പെൻസിൽ കമ്പനി എന്ന് മാത്രം ചിന്തിച്ചാൽ തെറ്റാണ്. പല കാറ്റഗറിയിലും കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് സ്കോളസ്റ്റിക് സ്റ്റേഷനറി, ആർട്ട് മെറ്റീരിയൽസ്, പേപ്പർ സ്റ്റേഷനറി, ഓഫീസ് സപ്ലൈസ് ആൻഡ് ഫൈൻ ആർട്ട് പ്രോഡക്ട്സ്. യൂണിക്ലൈൻ വഴി കമ്പനി ബേബി ഡയപ്പേഴ്സും ഹൈജീൻ പ്രൊഡക്ട്സിലുള്ള സെഗ്മെന്റിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു ബിസിനസ് ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ കമ്പനിക്ക് ഏകദേശം 12% മാർക്കറ്റ് ഷെയർ ഉണ്ടെന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇപ്പം Q4 FY26 കമ്പനി ഏകദേശം 18.7% റവന്യൂ ഗ്രോത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിൽ കാണപ്പെട്ട കൺസിസ്റ്റന്റ് ഗ്രോത്ത് ട്രെൻഡ് തുടർന്നാണിത്. ഓപ്പറേറ്റിംഗ് മാർജിൻസ് ഹിസ്റ്റോറിക്കലി സ്ട്രോങ് ആയിരുന്നു, 17% റേഞ്ചിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയർ ടേമിൽ മാർജിൻ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെയിൻലി റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ച് ഇൻപുട്ട് ബാസ്ക്കറ്റിന്റെ ഏകദേശം 40% ഡയറക്ട്ലി ക്രൂഡ് ലിങ്ക്ഡ് ആണ്, വേറെ 30% ഇൻഡയറക്ട്ലി ക്രൂഡ് ലിങ്ക്ഡ് ആണ്. വെസ്റ്റ് ഏഷ്യ റിലേറ്റഡ് വോളറ്റിലിറ്റിയെ തുടർന്ന് റോ മെറ്റീരിയൽ കോസ്റ്റ് 15 മുതൽ 20% ഇവിടെ കൂടി. പക്ഷേ കമ്പനി കസ്റ്റമേഴ്സിന് പ്രൈസ് ഇൻക്രീസ് ഗ്രാജുവലായി അറൌണ്ട് 4 മുതൽ 5% മാത്രമേ പാസ് ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് Q1 FY27 മാർജിൻസ് പ്രഷറിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. യൂണിക്ലൈൻ അക്വിസിഷൻസ് കൺസോൾഡേറ്റഡ് മാർജിന് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബേബി ഹൈജീൻ ബിസിനസ് ഇപ്പൊ ഏകദേശം 6% എബിറ്റ മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഡോംസിന്റെ മെയിൻ സ്റ്റേഷനറി ബിസിനസ്സിന് അതിനേക്കാൾ കൂടുതൽ മാർജിൻ ആണുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു മെയിൻ വാച്ച് പോയിന്റ് ആണ്.
ഇൻവെന്ററി ടേൺ ഓവർ കുറഞ്ഞിട്ടുണ്ട്, അതേസമയത്ത് ഇൻവെന്ററി ഡേയ്സ് ഇവിടെ കൂടിയിട്ടുണ്ട്. റിസീവബിൾസ് ടേൺ ഓവറും ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാരണം യൂണിക്ലാൻഡ് ലോങ്ങർ ക്രെഡിറ്റ് സൈക്കിൾ ആണ്. ഇപ്പൊ പേപ്പർ സ്റ്റേഷനറി സെഗ്മെന്റിലും ക്രെഡിറ്റ് ടേംസ് പൊതുവെ കൂടുതലാണ്. അപ്പൊ ഇത് കാരണം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ആസ് എ പെർസെന്റേജ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2023 ഫൈനാൻഷ്യലില് 111% നിന്ന് 2026 ഫൈനാൻഷ്യലില് 63% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാഷ് കൺവേർഷനിൽ പ്രഷറാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കമ്പനി 17 മുതൽ 20% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയേക്കുന്നത്. ഡോംസിന്റെ വാല്യൂഷൻ എക്സ്പെൻസീവ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സ്റ്റോക്ക് നിലവിൽ ഏകദേശം 60x പിയിലും അതുപോലെ 33x EV/EBITDA ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിക്ക് 24% കൂടുതൽ ROC ഉണ്ട്. അതിൽ ഗ്രോത്തും പല കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ബെറ്റർ ആണ്. പക്ഷേ ഷെയർ പ്രൈസ് ഓൾറെഡി ഹൈ വാല്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പെക്ടേഷൻസ് സ്ട്രോങ് ആയില്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് പ്രോഫിറ്റ് മൊമെന്റ് സ്ലോ ആവുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ 3 ഇയർ പ്രോഫിറ്റ് CAGR ഏകദേശം 34% ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 14% മോഡറേറ്റ് ആയിട്ടുണ്ട്. കൂടാതെ ജൂൺ 2026 ക്വാർട്ടറിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് 70.4% 63.4% വന്നിട്ടുണ്ട്. 2027 ഫൈനാൻഷ്യലിലേക്ക് മാനേജ്മെന്റ് 17 മുതൽ 20% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 2700 മുതൽ 2800 കോടി റവന്യൂ ആണ്. എന്നാൽ മെയിൻ റിസ്ക് റോ മെറ്റീരിയൽ ഇൻഫ്ലേഷൻ ആണ്. ഇപ്പൊ ഡോംസ് ഇൻഡസ്ട്രിയുടെ ഇൻപുട്ട് ബാസ്ക്കറ്റ് 40% ഡയറക്ട്ലി ക്രൂഡ് ഓയിലുമായിട്ട് ലിങ്ക്ഡ് ആണ്. വേറെ 30% ഇൻഡയറക്ട്ലി ക്രൂഡ് ലിങ്ക്ഡ് ആണ്. ഇൻപുട്ട് കോസ്റ്റ് 10% കൂടിയാ അത് കമ്പനിയുടെ ഗ്രോസ് മാർജിൻ ഏകദേശം 500 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ FY27 കമ്പനി 2700 കോടി റവന്യൂ ഉണ്ടാകുമെന്നാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മാർജിൻ പ്രഷർ കാരണം എബിറ്റയിൽ ഏകദേശം 135 കോടി കുറയാനുള്ള സാധ്യതയുണ്ട്. സോ ഡോംസിന് സ്ട്രോങ് ബ്രാൻഡും സോളിഡ് ഗ്രോത്ത് പ്രോസ്പെക്ടസും ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റർ വാല്യൂഷൻ, പ്രൊമോട്ടർ സ്റ്റേക്ക് റിഡക്ഷൻ, സ്ലോയിങ് പ്രോഫിറ്റ് ഗ്രോത്ത്, ക്രൂഡ് ലിങ്ക് മാർജിൻ പ്രഷർ ഇതെല്ലാം നമ്മളിവിടെ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യണം. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇതിൽ ഏത് കമ്പനി ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ നിന്ന് സ്ട്രോങ് കംബാക്ക് നടത്താൻ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ അതിനുള്ള കാരണം കൂടി നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സെക്ടേഴ്സ്, തീം അല്ലെങ്കിൽ കമ്പനിയൊക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരിക്കലും ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.